തെലങ്കാനയിൽ എങ്ങനെയാണ് തെക്കേ ഇന്ത്യയിലെ തെലങ്കാനയിൽ ബിജെപിക്ക് എന്തെങ്കിലും കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ? പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടുതൽ ദിവസങ്ങൾ തെലങ്കാനയിൽ ചെലവഴിച്ചതാണ്. ഇനിയും തെലങ്കാനയിലേക്ക് വരാനായിട്ട് പ്രധാനമന്ത്രിക്ക് പദ്ധതിയുണ്ട്. കോൺഗ്രസ് അധികാരം പിടിച്ച സംസ്ഥാനമാണ് തെലങ്കാന. അവിടെ മറ്റൊരു കാര്യമുണ്ട്, ബിആർഎസിന് അധികാരം നഷ്ടപ്പെട്ട ഒരു സംസ്ഥാനമാണ് തെലങ്കാന. 7ഓളം നിയമസഭാ സീറ്റുകളിൽ വിജയിച്ച സംസ്ഥാനം കൂടിയാണ് അവിടെ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, തെലങ്കാന റിസൾട്ട് വന്നു കഴിഞ്ഞു. തെലങ്കാനയിൽ 8 സീറ്റുകളിൽ ഇത്തവണ BJP വിജയം കാണും എന്നാണ് തെലങ്കാനയുടെ സർവേ ഫലം വ്യക്തമാക്കുന്നത്. ഇന്ത്യ സഖ്യം 6 സീറ്റുകളിലേക്ക് ഒതുങ്ങുന്നു. 3 സീറ്റുകൾ അതേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ 3 സീറ്റുകളിൽ BRS ആണ് ഉൾപ്പെട്ടിരിക്കുന്നത്. കഴിഞ്ഞ 4 സീറ്റുകളിൽ മാത്രമാണ് BJP അവിടെ വിജയിച്ചിരുന്നത്. കാര്യം എന്ന് പറയുന്നത് 4 സീറ്റുകൾ ഉണ്ടായിരുന്ന BJPക്ക് അത് ഇരട്ടിയാക്കുവാൻ തെലങ്കാനയിൽ കഴിയും എന്നുള്ളതാണ്. പക്ഷേ BRSന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്ത് സംഭവിച്ചു അത് തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും സംഭവിക്കാൻ പോവുകയായിരുന്നു. BRSന് അവിടെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത് 3 അവർക്ക് ഒരെണ്ണം മജ്ലിസ് പാർട്ടിക്കാണ്, 2 സീറ്റിലേക്ക് BRS താഴുമെന്നുള്ളതാണ്. അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അടിഞ്ഞുപോയ BRS അതിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആയാലും എന്നാണ് ഇപ്പോഴത്തെ സാധ്യതകൾ വെച്ച് പറയാൻ കഴിയുന്നത്. പക്ഷെ അവിടെ BJP 4 സീറ്റിൽ നിന്ന് 8 വളർച്ച നേടുമെന്ന് പറയുമ്പോൾ വോട്ട് ഷെയറിലും വ്യത്യാസം ഉണ്ടായിട്ടുണ്ടെന്നാണ് അല്ലേ? BJPക്ക് 23% വോട്ട് ഷെയർ ആണ് കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നെങ്കിൽ ഇത്തവണ അത് 28% വലിയ വർധനമാണ്. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP ഇത്തവണ തിളക്കമാർന്ന പ്രകടനം കാഴ്ചവെച്ചിരുന്നു അല്ലെ? കോൺഗ്രസുമായിട്ട് മത്സരിച്ചിരുന്നു. അവിടെ കോൺഗ്രസ് അധികാരം പിടിച്ചിരുന്നുവെങ്കിലും BJPക്ക് അവിടെ നില മെച്ചപ്പെടുത്തുവാനായിട്ട് കഴിഞ്ഞു. പറഞ്ഞ പോലെ അമിത്ഷായും മോദിയും ഒക്കെ ഒരുപാട് ശ്രദ്ധ കേന്ദ്രീകരിച്ച ഒരു സംസ്ഥാനം കൂടിയാണ് തെലങ്കാന. തെലങ്കാനയിൽ BJP ഒരുപാട് പ്രതീക്ഷ അർപ്പിക്കുന്നുണ്ട്. പക്ഷേ ഈ തരത്തിലുള്ള വളർച്ച BJPക്ക് അവിടെ സംഭവിക്കുന്നു എന്നത് ശ്രദ്ധേയമാണ്. മാത്രമല്ല BRSനേക്കാൾ കൂടുതൽ വോട്ട് ഷെയർ കിട്ടുമെന്നുള്ളത് കൂടിയാണ് NDAക്ക്. BRSന് 27%, NDAക്ക് 28%. അതേസമയം ഇന്ത്യ മുന്നണി എന്ന് പറയുമ്പോൾ അവിടെ കോൺഗ്രസ് തന്നെയാണ്. ഇന്ത്യ മുന്നണി എന്ന് പറയുമ്പോൾ ഇന്ത്യ മുന്നണിക്ക് 34% വോട്ട് ഉണ്ടായിട്ടും ഇന്ത്യ മുന്നണിക്ക് ലഭിക്കുന്ന സീറ്റിന്റെ എണ്ണം 6 മാത്രമാണ്. പക്ഷേ BJPക്ക് 22% വോട്ട് ഷെയർ ഉണ്ടായിട്ടും അവർക്ക് 8 സീറ്റുകൾ. അത് തമിഴ്നാട്ടിലും ഇതേ രീതിയിലുള്ള ഒപ്പീനിയൻ പോൾ ആയിരുന്നു വന്നത് അല്ലേ? അവിടെ അണ്ണാ DMKയും BJPയും തമ്മിൽ നോക്കുമ്പോൾ 13% വോട്ട് ഷെയർ ഉണ്ടായിരുന്ന BJPക്ക് പക്ഷേ അവിടെ ഈ സീറ്റിന്റെ കാര്യം വന്നപ്പോൾ 5 സീറ്റുകൾ കിട്ടുമെന്നായിരുന്നു. ഇവിടെ BRSനും 27% ഉണ്ട് വോട്ട് ഷെയർ. അവർക്കും 2 സീറ്റാണ് ലഭിക്കുന്നത്. അതെ, 27% വോട്ട് ഷെയർ കാണിക്കുന്ന BRSന് 2 സീറ്റുകൾ എന്നുള്ളതാണ്. കിരൺ, ഇവിടെ ഇത്രയും വലിയൊരു മുന്നേറ്റം കാഴ്ചവെക്കുവാൻ തെലങ്കാന സംസ്ഥാനത്ത് BJPക്ക് കഴിയുമോ? 8 സീറ്റുകൾ എന്ന് പറയുമ്പോൾ BJP പരമാവധി നേടുവാൻ സാധിക്കുമെന്ന് അവർ പറയുന്ന കാര്യമാണല്ലോ. 8 സീറ്റുകളൊക്കെ നേടാൻ ഞങ്ങൾ കഴിയും. പക്ഷെ അത് തന്നെ അവരുടെ ഉള്ളിൽ പോലും അത്രയ്ക്കൊരു ആത്മവിശ്വാസം ഉണ്ടായിരിക്കുകയില്ലല്ലോ. മഞ്ജുഷ, യഥാർത്ഥത്തിൽ ഇത് അല്പം അത്ഭുതം ജനിപ്പിക്കുന്ന ഒരു പ്രവചനം കൂടിയാണ് ഈ വരുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ BJP അവിടെ മത്സരിക്കുമ്പോൾ ഞങ്ങൾ അധികാരം പിടിക്കാൻ വേണ്ടിയാണ് മത്സരിക്കുന്നത് എന്ന മട്ടിൽ തന്നെയാണ്, അല്ലാതെ ഏതെങ്കിലും ഒരു മാറി സീറ്റ് എണ്ണം കൂട്ടുക എന്ന മട്ടിലല്ല മത്സരിച്ചത്. വലിയ പ്രചരണമൊക്കെ അവിടെ നടത്തിയതാണ്. പ്രത്യേകിച്ച് BRSനെതിരെ, പഴയ TRS ആണ് BRS ആയി മാറിയത്, ചന്ദ്രശേഖർ റാവുവിന്റെ പാർട്ടി. പക്ഷേ BJPക്ക് 8 സീറ്റുകളിൽ മാത്രമാണ് അപ്പോൾ ജയിക്കാൻ കഴിഞ്ഞത്. BRS അധികാരത്തിൽ നിന്ന് പോയപ്പോൾ BRSന്റെ സീറ്റുകളിലൊക്കെയും ജയിക്കാൻ കഴിഞ്ഞത് കോൺഗ്രസിനാണ്. കോൺഗ്രസിന് 64 സീറ്റുകളിൽ വിജയിക്കാൻ കഴിഞ്ഞു. BRSന് 39 സീറ്റുകൾ ജയിക്കാൻ കഴിഞ്ഞപ്പോൾ അവിടെ ആകെ ജയിക്കാൻ കഴിഞ്ഞത് BJPക്ക് ജയിക്കാൻ കഴിഞ്ഞത് 8 സീറ്റുകൾ മാത്രമാണ്. 7 സീറ്റുകൾ ലഭിച്ചത് AIMIM ആണ്, മജ്ലിസ് പാർട്ടിയാണ്. മജ്ലിസ് പാർട്ടിക്ക് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും അതിന് മുൻ നിയമസഭാ തെരഞ്ഞെടുപ്പിലും സംസ്ഥാന രൂപീകരണ ഘട്ടം മുതലുള്ള എല്ലാ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഒരേ 7 സീറ്റുകൾ തന്നെയാണ് മജ്ലിസ് പാർട്ടിക്ക് ഹൈദരാബാദ് മേഖലയിൽ. BRSന് ഇത്രയും വലിയൊരു അപജയം അവിടെ ഉണ്ടാകുമോ തെലങ്കാനയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ? BRSന് പക്ഷേ വോട്ട് ഷെയറിൽ വലിയ അപജയം ഉണ്ടാവില്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. എണ്ണം നോക്കുമ്പോൾ ആകെ 2 സീറ്റുകൾ മാത്രമാണ് വോട്ട് ഷെയർ ഉണ്ട്. പക്ഷേ 2 സീറ്റുകൾ ഒതുങ്ങിയാണ് അവർ. അത് അങ്ങനെ ഉണ്ടാവാനുള്ള സാധ്യത നമുക്ക് പൂർണ്ണമായും തള്ളിക്കളയാൻ കഴിയില്ല. പ്രധാനപ്പെട്ട ഒരു വിഷയം, BRSനെ സംബന്ധിച്ചിടത്തോളം BRSന് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ BRSന് അത്തരമൊരു തിരിച്ചടി നേരിട്ടിരുന്നു. അങ്ങനെ ഒരു തിരിച്ചടി നേരിടുമെന്ന് നേരത്തെ ഇലക്ഷൻ പ്രവചനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ അതിനപ്പുറത്തേക്കുള്ള ഒരു തിരിച്ചടിയാണ് BRS നേരിട്ടത്. അപ്പോൾ അതിനുശേഷം BRSന് അങ്ങനെ ഒരു മടങ്ങിവരവ്, പ്രത്യേകിച്ച് ചന്ദ്രശേഖർ റാവുവിൻ്റെ കാലത്ത് അദ്ദേഹത്തിൻ്റെ മകൾക്കെതിരെ ഉയർന്ന അഴിമതി ആരോപണങ്ങൾ, അദ്ദേഹത്തിനെതിരെ വന്ന അഴിമതി ആരോപണങ്ങൾ, അങ്ങനെ അഴിമതി ആരോപണങ്ങളുടെ ഒരു വലിയ പട്ടിക തന്നെ അവിടെ വന്നിരുന്നു. ആ സമയത്താണ് കോൺഗ്രസ് അവിടെ ഒരു വലിയ മുന്നേറ്റം ഉണ്ടാക്കുന്നത്. കോൺഗ്രസിന് ആ ഒരു മുന്നേറ്റം ഉണ്ടാക്കി. ഇതിൽ എനിക്കൊരു പ്രധാന പ്രത്യേകതയായി തോന്നിയത്
കോൺഗ്രസ് ഈ നിയമസഭാ കാലഘട്ടത്തിൽ ഉണ്ടാക്കിയ വലിയ മുന്നേറ്റം, ആ മുന്നേറ്റം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഇപ്പോഴത്തെ ഫലപ്രവചനത്തിൽ പ്രതിഫലിക്കുന്നില്ല എന്ന് മാത്രമല്ല, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ 2 മാസം മുമ്പ് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 8 സീറ്റുകൾ മാത്രം നേടിയ ബി.ജെ.പിക്ക്, അല്ലെങ്കിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രകടനത്തിൽ അടക്കം പിന്നാക്കം പോയ ബി.ജെ.പിക്ക് ഇപ്പോൾ 8 ലോക്സഭാ സീറ്റുകൾ ലഭിക്കുന്ന തരത്തിലേക്ക് ഉള്ളൊരു മാറ്റമാണ് ഈ ഫലപ്രവചനങ്ങൾ നൽകുന്നത്. രാഷ്ട്രീയമാണ് ഏത് തരത്തിലും ഏത് സമയത്തും മാറാം. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെയും ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെയും രാഷ്ട്രീയം അപ്പാടെ മാറിയ സംഭവങ്ങൾ ഇന്ത്യ ചരിത്രത്തിൽ ഒട്ടേറെ ഉണ്ട്. രാജസ്ഥാൻ കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് രാജസ്ഥാനിൽ ആ ഭരണത്തിന് ശേഷം ഗെലോട്ട് ഭരിക്കുമ്പോഴാണ് 4 മാസത്തിന് ശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് 5 മാസത്തിന് ശേഷം നടക്കുന്നത്. ആ ഘട്ടത്തിൽ ഒറ്റ സീറ്റിൽ പോലും രാജസ്ഥാനിൽ ജയിക്കാൻ കഴിഞ്ഞില്ല. മധ്യപ്രദേശിലും കോൺഗ്രസിൽ ഭരണം നടക്കുന്ന സമയത്താണ് കഴിഞ്ഞ ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അവരെ സമീപിക്കുന്ന രീതി വ്യത്യസ്തമാണ്. തെലങ്കാന അങ്ങനെ വരാറില്ലല്ലോ. ബി.ജെ.പിക്ക് അനുകൂലമായിട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മാറി ചിന്തിക്കുന്ന ഒരു സംസ്ഥാനമല്ല ചന്ദ്രശേഖർ റാവുവിന്റെ ദേശീയ രാഷ്ട്രീയ മോഹങ്ങൾ അത് ഒരുപക്ഷെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പോടെ അസ്തമിച്ചേക്കാം. കാരണം TRS എന്നുള്ളത് BRS ആക്കി ദേശീയ രാഷ്ട്രീയത്തിൽ നിർണായക ശക്തിയാകാനും ഒരുപക്ഷെ പ്രധാനമന്ത്രി പദത്തിലേക്കൊക്കെ ക്ലെയിം ഉണ്ടായിരുന്ന ഒരാളാണ്. ഈ തെരഞ്ഞെടുപ്പോടുകൂടി അതും കൂടി അസ്തമിച്ചേക്കാം എന്ന സൂചനകൾ കൂടി നൽകുന്നുണ്ട്. രഞ്ജിത്തെ, നമുക്ക് അങ്ങനെ പൂർണ്ണമായും പറയാൻ കഴിയില്ല. BRSനെ ചന്ദ്രശേഖർ റാവുവിനെ സംബന്ധിച്ചിടത്തോളം ഈ തെലങ്കാന സംസ്ഥാനത്തിന് അതിന്റെ രൂപീകരണത്തിന് ആർക്കാണ് ഏറ്റവും കൂടുതൽ അതിന് അവകാശി, അല്ലെങ്കിൽ ആ സംസ്ഥാനത്തിന്റെ ഒരു പിതൃരൂപം ആർക്ക് നൽകണമെന്ന് പറഞ്ഞാൽ അത് ഇപ്പോഴും അവർ നൽകുന്നത് കെ ചന്ദ്രശേഖർ റാവുവിന് തന്നെയാണ്. ഏറ്റവും ആദ്യം മുതൽ തെലങ്കാന സംസ്ഥാനത്തിന് വേണ്ടി നിലപാടെടുക്കുകയും UPA സർക്കാരിന്റെ കാലത്തൊക്കെ വലിയ പ്രക്ഷോഭങ്ങളൊക്കെ നയിക്കുകയും ഒക്കെ ചെയ്തത് യഥാർത്ഥത്തിൽ ചന്ദ്രശേഖർ റാവുവാണ്. ചന്ദ്രശേഖർ റാവു അത് ഒരു തരത്തിൽ പറഞ്ഞാൽ കോൺഗ്രസിനെ ഒരു ചതിയിൽപ്പെടുത്തി കൂടിയാണ് അങ്ങനെ ഒരു സംസ്ഥാന രൂപീകരണം സാധ്യമാക്കിയത്. അങ്ങനെ സംസ്ഥാനം രൂപീകരിച്ചാൽ ഞങ്ങളുടെ പാർട്ടി നിങ്ങൾ കോൺഗ്രസിൽ ലയിക്കാം എന്നുള്ളൊരു ധാരണയൊക്കെ ഉണ്ടാക്കിയാണ്. പക്ഷെ അദ്ദേഹം അതിനും തയ്യാറായില്ല. കഴിഞ്ഞ തവണ ഉണ്ടായ ഒരു വലിയ പരാജയത്തിന്റെ പ്രധാനപ്പെട്ട കാരണം ആ സർക്കാരിനെതിരെ ഉയർന്ന അഴിമതി ആരോപണങ്ങളൊന്നും ചെറുതായിരുന്നില്ല. അണക്കെട്ടുമായി ബന്ധപ്പെട്ട അഴിമതി ആരോപണങ്ങൾ, ജലസേചന പദ്ധതിയുമായി ബന്ധപ്പെട്ട അഴിമതി ആരോപണങ്ങൾ, അതോടൊപ്പം തന്നെ ജോലിക്ക് വേണ്ടിയുള്ള കൈക്കൂലി, അങ്ങനെ ആ സർക്കാരിനെതിരെയും അദ്ദേഹത്തിന്റെ മകളും അദ്ദേഹത്തിന്റെ ബന്ധുക്കളും എല്ലാം ചേർന്നാണ് സർക്കാർ നിയന്ത്രിച്ചിരുന്നതെന്നുള്ള വലിയ ആരോപണങ്ങൾ. ഇത്തരം ആരോപണങ്ങളെല്ലാം പശ്ചാത്തലത്തിലാണ് BRS പരാജയപ്പെട്ടത്. പക്ഷേ പരാജയപ്പെടുമ്പോഴും നമ്മൾ ആലോചിക്കണം, BRSനെ സംബന്ധിച്ച് 39 സീറ്റുകൾ BRSന് അപ്പോഴും നിലനിർത്താൻ കഴിഞ്ഞു. അങ്ങനെ പാടെ അസ്തമിച്ചു പോകുന്ന ഒരു അവസ്ഥയായിരുന്നില്ല. ഈ ഒപ്പീനിയൻ പോൾ അനുസരിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2 സീറ്റുകൾക്കുള്ള സാധ്യത BRSന് കാണുന്നു എന്നുള്ളതാണ്. അത് ഇപ്പോഴത്തെ സാധ്യതയാണ്. പക്ഷെ ഇനി തെരഞ്ഞെടുപ്പ് പ്രചാരണം അതിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ അതുപോലെ തന്നെ. പക്ഷേ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ പ്രചാരണം BJP സ്വാഭാവികമായിട്ടും തെലങ്കാനയിൽ ഊർജിതമാകും. പ്രധാനമന്ത്രി മോദി സാന്നിധ്യം സ്ഥിരമായി വരും. കാരണം തെക്കേ ഇന്ത്യയിൽ പരമാവധി സീറ്റുകൾ നേടുക എന്നുള്ളത് BJPയുടെ ലക്ഷ്യമാണ്. അത് 4-ൽ നിന്ന് എന്തായാലും വർദ്ധിപ്പിക്കുവാനായിട്ട്. കർണാടകയുടെ കാര്യം പറഞ്ഞതുപോലെ രേവന്ത് റെഡ്ഡി എന്ന വളരെ കഴിവേറിയ മുഖ്യമന്ത്രി അവിടെ ഉണ്ട്. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കോൺഗ്രസ് അങ്ങനെ അവതരിപ്പിച്ചിട്ടുണ്ട്. അത് പ്രധാനപ്പെട്ട കാര്യമാണ്. അദ്ദേഹത്തിന്റെ പ്രഭാവം അവിടെ ഉണ്ടാകണം. പക്ഷേ ഈ കർണാടകയിൽ സംഭവിച്ചതുപോലെ തന്നെ നിയമസഭയിൽ അത്ര വലിയ വിജയം നേടിയിട്ടും തെലങ്കാനയിൽ എത്തുമ്പോൾ നിയമസഭയിൽ വിജയം നേടിയിട്ടും ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കോൺഗ്രസ് അല്ലെങ്കിൽ ഇന്ത്യ സഖ്യത്തിന് ആ പറയുന്ന മുന്നേറ്റം സംഭവിക്കുന്നില്ല എന്ന് ശ്രദ്ധേയമാണ്. കിരൺ, കഴിഞ്ഞ നമ്മുടെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പെർസെന്റേജ് കണക്കുകൂടി നമുക്കൊന്ന് നോക്കുന്നത് നന്നാവുമെന്ന് തോന്നുന്നു. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കോൺഗ്രസിന്റെ രേവന്ത് റെഡ്ഡിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് വിജയിക്കുമ്പോൾ കോൺഗ്രസിന് 39.4% വോട്ടാണ് ലഭിച്ചത്. ആ സമയത്ത് TRS പരാജയപ്പെടുകയാണെങ്കിലും 37.39% വോട്ട്, ഏകദേശം 2% വോട്ടിന്റെ വ്യത്യാസമാണ് കോൺഗ്രസും BRSും തമ്മിൽ ആ സമയത്ത് ഉണ്ടായിരുന്നത്. BJPക്ക് അന്ന് ലഭിച്ച വോട്ടിംഗ് ശതമാനം എന്ന് പറയുന്നത് 13.9%. 14% വോട്ടാണ് BJPക്ക് ലഭിച്ചിരിക്കുന്നത്. ഒവൈസിയുടെ പാർട്ടിക്ക് 2.27%. ഒവൈസിയുടെ പാർട്ടിയെ 2.27% എന്ന് എഴുതി തള്ളാൻ കഴിയില്ല. കാരണം ഒവൈസിയുടെ പാർട്ടിക്ക് ഹൈദരാബാദ് റീജിയനിൽ ഒരു പ്രത്യേക സ്ഥലത്താണ് സ്വാധീനമുള്ളത്. ഇതാണ് ഹൈദരാബാദ് റീജിയൻ. ഹൈദരാബാദിൽ ഈ സ്ഥലത്താണ് സ്വാധീനമുള്ളത്. ഈ സ്ഥലത്തെ 7 മണ്ഡലങ്ങൾ, ഈ 7 മണ്ഡലങ്ങളും തുടർച്ചയായി ജയിച്ചുകൊണ്ടിരിക്കുന്നത് ഒവൈസിയുടെ പാർട്ടി AAMIM തന്നെയാണ് ജയിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത ഒരു സ്വാധീനമാണ് എന്നതുകൊണ്ട് തന്നെ അവരുടെ വോട്ടിംഗ് ശതമാനം കൊണ്ട് ഇപ്പോഴും ഈ പ്രവചനത്തിൽ പോലും ഒവൈസിക്ക് ഈ തവണയും 4ാം തവണയും 5ാം തവണയും മറ്റാണ് ഒവൈസിക്ക് 4ാം തവണയാണ് തോന്നുന്നു ഒവൈസിക്ക് വിജയം ഉറപ്പാണ് എന്നുള്ളൊരു ഫലപ്രവചനമാണ് വരുന്നത്. അതിൽ കാര്യമായ മാറ്റമുണ്ടാകാൻ വഴിയില്ല. പക്ഷേ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടിംഗ് ശതമാനത്തിൽ നിന്ന് വലിയ വ്യത്യാസം, വലിയ ഇടിവ് BRSന് ഉണ്ടാവണം. അതോടൊപ്പം തന്നെ BJPക്ക് ഒരു വലിയ തോതിലുള്ള വോട്ടിംഗ് ശതമാനത്തിലെ വളർച്ച ഉണ്ടാവണം. ഈ രണ്ടും ഈ ഘട്ടത്തിനിടയിൽ സാധ്യമാവുന്നു എന്ന് സൂചിപ്പിക്കുന്നതാണ് നമ്മുടെ ഫലപ്രവചനങ്ങൾ. എന്തായാലും അതൊരു അസാധാരണമായ ഒരു വോട്ടിംഗ് ഷെയറിലെ മാറ്റം കൂടി പ്രവചിക്കുന്നതാണ് ഈ ഫലപ്രവചനം. ചില കാര്യങ്ങളാണ് ഈ പ്രവചനത്തിൽ വന്നിരിക്കുന്നത്. മൂന്നാമത്തെ സംസ്ഥാനം
അവസാനം കൂടി കഴിഞ്ഞപ്പോൾ 301 ലോക്സഭാ സീറ്റുകളുടെ ഫലപ്രവചനമാണ് സർവേയുമായി ബന്ധപ്പെട്ട് നമ്മൾ മുന്നോട്ട് വെക്കുന്നത്. അതിൽ തെലങ്കാനയാണ് ഏറ്റവും അവസാനം. അതിൽ 17-ൽ 8 സീറ്റുകളും NDA സഖ്യത്തിന് നൽകുന്നു. 6 സീറ്റുകൾ മാത്രം കോൺഗ്രസ് സഖ്യത്തിന്, ഇന്ത്യ സഖ്യത്തിന് ഉണ്ടാകുന്നു. 2 സീറ്റുകൾ മജ്ലിസ് പാർട്ടിക്കും BRS-നും 2 സീറ്റുകൾ